ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ അതാ നമ്മളിന്ന് രാവിലെ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോണത്? നമ്മൾ അപ്പാപ്പൻ്റെ കുടിയിരിക്കലാണ്. അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ. പാലാസിലാണ് കേട്ടോ. കുടിയിരിക്കൽ ഫംഗ്ഷനില്ല, പാലാസിലാണ്. അപ്പോൾ ഇതാ രാവിലെ ഇതൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പൊറോട്ട, നൂൽപുട്ട്, ബീഫ് കറി, ചിക്കൻ കറി അതൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പാലുകാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫിയമോളും ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ പോയത്. മക്കൾ സ്കൂളിൽ പോയതായിരുന്നു. അപ്പോൾ ഇതാ പാലുകാച്ചലിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതാ അവിടെ അടിപൊളി ബീഫുണ്ട്. അങ്ങനെ എല്ലാതും ആയിട്ട് രാവിലത്തെ ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രം കൂടിയിട്ടുള്ളൊരു പാലുകാച്ചലിൻ്റെ ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോടാണ് കേട്ടോ പോയത്. ബൈക്കിലാണ് പോയത്. ഞാനും ഫിയമോളും ഹസ്ബൻഡും കൂടി ഞങ്ങൾ മൂന്നാളും മാത്രമാണ് പോയത്. അപ്പം കോഴിക്കോട് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിൽ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഒരു അത്യാവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിയമോൾ മാളിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മാളിലേക്ക് വന്നതാണ്, ഹൈലൈറ്റ് മാളിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തത് കുബൂസാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള കുബൂസ് ഉണ്ടായിരുന്നു. കുബൂസും അതുപോലെ തന്നെ ചിക്കനും, പിന്നെ ചിക്കൻ 65, ബീഫ് ലിവറും കൂടിയാണ് എടുത്തത്. എന്നിട്ട് അതിൻ്റെ അകത്തത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു കേട്ടോ. പിന്നെ 2 വത്തക്കൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബിക്ക് ഇതാ ഒരു കേക്ക് പീസ് വേണം പറഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ കേക്കാണ് ഇട്ടെടുത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലിവർ നല്ല അടിപൊളി തന്നെയായിരുന്നു. ബീഫ് ലിവറാണ് കേട്ടോ. പിന്നെ ബേബി ആണെന്നുണ്ടെങ്കിൽ ബേബിക്ക് ഇഷ്ടമാണ് ബീഫ് ലിവർ. അപ്പോൾ അതും കൂട്ടിയിട്ട് കുബൂസ് കഴിച്ചു. പിന്നെ അങ്ങനെ അതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, കാലിയായിട്ടോ. പിന്നെ ബേബിക്ക് സൈക്കിളിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പാർക്കിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ടോ, ഗെയിം കളിക്കുന്ന സെക്ഷനിൽ പോയി. അപ്പോൾ നമ്മളെ ബേബി എസ്കലേറ്ററിൽ ഓടിപ്പോയി കയറിയപ്പോൾ ഒന്ന് പേടിച്ചിട്ടോ. പിന്നെ ബാക്കോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പിന്നെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ ഒക്കെ പേടിയുണ്ടായിരുന്നില്ല. ആദ്യം കയറിയപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ഇതിനെ മുന്നിക്കാക്കി ഫിഷ് ഉണ്ടോ? ഇതുണ്ടോ ഇവിടെ ഇവിടെ ഇവിടെ? ആണോ ഫിഷിനെ സ്പാ ആണോ? ആണോ? പിന്നെ ഞങ്ങൾ അതിനകത്തുള്ള സ്റ്റുഡിയോയിൽ കയറിയിട്ടോ. അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു അവിടെ. ടോപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിലും മക്കളുടെ ഡ്രസ്സിനും എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബിക്ക് പറ്റിയ ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ കുറച്ചൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നല്ല അടിപൊളി സെലക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ.
150 രൂപക്കാണെങ്കിലും 200 രൂപക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് നേരെ പള്ളിയിൽ വന്നിട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ആഫിയ ബേബി നല്ല കുറുമ്പ് കാണിക്കാണ് കേട്ടോ. ആഫിയ ബേബി ചെരുപ്പിടാതെയാണ് കേട്ടോ ഇറങ്ങിയത്. ബേബി ചെരണ്ടി ഐസ് കഴിക്കാണ് അവിടെ. ടേസ്റ്റ് ഉണ്ടാക്കട്ടെ. തരൂല, പക്ഷെ ടേസ്റ്റ് വെക്കാനൊന്നും തരൂല. ഭയങ്കര മസാല അല്ലേ. അതാ അതിൻ്റെ ഉള്ളത്തെ അതെടുത്തിട്ടേ ഇങ്ങോട്ട് കൈയെടുക്കും. അതിൻ്റെ ആ ഫ്ലഷ് എടുത്ത് കഴിക്കും. ആ സാധനം നക്കി ഒഴിവാക്കി. അങ്ങനെ എവിടെ കിട്ടൂലോ. അടിപൊളി. ഒരു ബോട്ട് കരക്കടക്കുന്നു. ബോട്ട് ഫാമിലി അല്ലേ അതില് പെണ്ണുങ്ങളുണ്ടല്ലോ അല്ലേ? എങ്ങനെ പോണ ബോട്ടാ? അതെ 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 അതെ. കുട്ടി പേടിച്ചു. കുട്ടിക്ക് വെള്ളം പേടിയാ. അല്ലയോ സാറിന് ഇന്നിപ്പോൾ കാറിന് പോരാത്തോണ്ട് ബാബ വെള്ളത്തിക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. കാറിൽ പോന്നാ ബാബ വെള്ളത്തിക്കൊന്നും ഇറങ്ങാനായിക്കൂല അല്ലേ? അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഫാമിലീസൊക്കെ പോകുന്നുണ്ട് ബോട്ട്. അങ്ങനെ കുറച്ച് സമയമില്ല നടന്നതിൻ്റെ ശേഷം കട്ട് ഫ്രൂട്ട്സ് വാങ്ങിട്ടോ കുറച്ച്. പിന്നെ ദാഫിയ ബേബി വത്തക്ക വാങ്ങി, പിന്നെ മാങ്ങ വാങ്ങി. അങ്ങനെയെല്ലാം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പൈനാപ്പിളും അതുപോലെ തന്നെ ഇതുവരെ വാങ്ങിക്കാത്തൊരു സംഭവം വാങ്ങിട്ടോ, മുളക്. അത് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ രാത്രിയായി, ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ. ബൈക്കിന് തന്നെയാണ് പോരുന്നത്. അപ്പോൾ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ.